അപ്പം നമ്മുടെ ദോസ്തിൻ്റെ വർക്ക് നമ്മൾ തന്നെ വീട്ടിലിട്ട് ചെയ്ത് ഏകദേശം തീർന്നിട്ടുണ്ട്. പെയിൻറ്റിങ്ങൊക്കെ കുറച്ച് ഇതുപോലത്തെ ഈ ഗ്ലാസ്സിലെ പെയിൻ്റ് ആയതൊക്കെ ഒന്ന് കളയണം. പിന്നെ നമ്മുടെ തൃശ്ശൂരത്തിൻ്റെ കളറ് ബ്ലാക്ക് അടിക്കണം. പിന്നെ ഫ്ലാപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് മൊത്തത്തിൽ അങ്ങ് ശരിയായിട്ടൊന്നുമില്ല. ഈ സ്റ്റിക്കർ നമ്മൾ അടിച്ചത് പൊളിഞ്ഞു വരുന്നുണ്ട്, അതൊന്ന് ഒട്ടിക്കണം. ഇതിപ്പോൾ നമ്മളുടേതായ രീതിയിലാണ് നമ്മൾ ചെയ്തത്. നമ്മളിതിപ്പം പാച്ച് വർക്ക് മാത്രം പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്ത്, ബാക്കി പുട്ടിയിടലും പെയിൻറ്റിങ്ങൊക്കെ ഞാൻ തന്നെയായിരുന്നു. വൻ ചിലവാണ് നമുക്ക് ഏറെക്കുറെ ലാഭമായി കിട്ടിയത്. പുറത്ത് നമ്മൾ കൊടുക്കുമ്പം പ്രീമിയം ലെവലിലൊക്കെ ചെയ്യണമെങ്കിൽ 16,000 രൂപ കൊടുക്കണം. ഇപ്പം ഈ ലെവലിൽ ചെയ്യണമെങ്കിൽ തന്നെ കുറഞ്ഞത് 10 രൂപയോളം നമ്മൾ പുറത്ത് കൊടുക്കേണ്ടി വരും. 10,000 രൂപ ഈ രീതിയിൽ ചെയ്യാനായിട്ട്, വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ക്വാളിറ്റി കുറവ് എന്ന് പറയാൻ കാരണം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യുന്നത്. എനിക്കതിൻ്റെ മുൻപരിചയങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്കാണ് ചെയ്തതെല്ലാം. ഇത് ഒരച്ചതും പുട്ടിയൊക്കെ കളഞ്ഞതും പിന്നെ പുട്ടിയിട്ടതും ഒക്കെ ഞാൻ തന്നെയാണ്. അതിൻ്റേതായ അപാകതകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ബമ്പറിൻ്റെ ഈ ഒരു ക്ലിപ്പ് ഇവിടെ 2 എണ്ണം പോയിരിക്കാം. ഇവിടെ ഒരെണ്ണമുണ്ട്, താഴെയുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം അത് ടൈ വെച്ച് കെട്ടിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം എൻ്റെ പരമാവധി ഞാൻ അത് സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. നമ്മുടെ ഇവിടെ പൊട്ടിയതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തൊന്നും നമ്മൾ വലിയ രീതിക്ക് ചെയ്തിട്ടില്ല. ഇതാണ്ടില്ലേ, അകത്തൊന്നും അത്ര ഇതായിട്ട് നമ്മൾ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കാഴ്ചയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ രീതിക്കൊന്ന് പൂശി വിട്ടു. ഇനി ഇത് ഈ ഗ്ലാസിൻ്റെ പുറത്ത് വരുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കണം. അത് കണ്ടില്ലേ, അത് ആ പെയിൻറ്റ് പിടിച്ചിട്ട് മങ്ങിപ്പോയി. അത് അത്യാവശ്യം ചെയ്യണം. പിന്നെ അത് ഈ സാധനം ബ്ലാക്ക്